ആദം നബി അലൈഹിസ്സലാം മുതൽ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള എല്ലാ അമ്പിയാക്കളെയും അല്ലാഹു തആല പ്രത്യേകം തെരഞ്ഞെടുത്തതാണ്. ഇബാദത്ത് കൊണ്ട് ലഭിച്ചതല്ല ഒരു നബിക്കും നുബുവത്ത് എന്ന സ്ഥാനം, ഇത് നമുക്കറിയാം. പക്ഷേ അല്ലാഹു തആല വിലായത്ത് എന്നത് നൽകുന്നത്, അതിന് അല്ലാഹു തആല പരിഗണിക്കുന്നത് അടിമയുടെ ഇബാദത്താണ്. ആ ഇബാദത്തിലൂടെയാണ് എന്റെ അടിമ ധാരാളം ഫർളുകളും സുന്നത്തുകളും കൃത്യമായി ചെയ്ത് ഫർളുകൾക്ക് പുറമെ ധാരാളം വർദ്ധിച്ച സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ടിരിക്കുമ്പോ അല്ലാഹു തആല ഉന്നതമായ പദവി നൽകുകയാണെന്ന് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാഠം നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഔലിയാക്കൾ അല്ലാഹു തആല വിലായത്ത് എന്ന പദവി നൽകി അനുഗ്രഹിക്കുന്നത് അവരുടെ കർമ്മങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ്. പക്ഷേ അല്ലാഹു തആല ചില മഹത്തുക്കളെയും പ്രത്യേകമായി കടഞ്ഞെടുക്കുകയാണ്. അവരുടെ പ്രവർത്തനങ്ങൾ ആ വിധത്തിൽ പിന്നീട് ആയിത്തീരുകയാണ്. അല്ലാഹു തആല വിലായത്ത് എന്ന പദവി നേരത്തെ നിശ്ചയിക്കുകയും അവർക്ക് നൽകുകയും അനാ മിൻ ഖബ്ലി വൂജൂദി കുന്തു ഖുതുബൻ ഫി നുത്ഫത്തിൽ ആബായി. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അന ഖാതിമുൻ നബിയ്യീൻ, ഞാൻ അന്ത്യപ്രവാചകരാണ്, സത്യപ്രവാചകരാണ്. വആദമു ബൈനൽ മായി വത്തീൻ, ആദം നബി അലൈഹിസ്സലാം വെള്ളത്തിന്റെയും ചളിമണ്ണിന്റെയും ഇടയിലായിരിക്കുമ്പോൾ, അതായത് ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു മനുഷ്യരൂപത്തിൽ ഉരുവപ്പെടുത്തുന്നതിന് മുൻപ് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റൂഹി ലോകത്തെ അന ഖാതിമുൻ നബിയ്യീൻ ഖാല റസൂലുള്ളാഹി. ഈ പദാർത്ഥ ലോകത്തേക്ക് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രസവിക്കപ്പെടുന്നതിന് മുൻപ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, നമ്മൾ പഠിച്ചത് 40-ാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടീന. അല്ലാഹുവിന്റെ റസൂല് പറയുന്നത് റൂഹി ലോകത്ത് അന്ന് തന്നെ ഞാൻ ഖാതിമുർ റസൂലായിരുന്നു, നബിയായിരുന്നു എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹു തആല നൽകിയതാണെങ്കിൽ മഹാനായ ഖുതുബുൽ അഖ്താബ് തങ്ങൾ പറയുന്നത് അനാ മിൻ ഖബ്ലി വൂജൂദി, എന്റെ വെളിപ്പെടൽ ഉണ്ടാകുന്നതിന് മുൻപ്, ഈ പദാർത്ഥ ലോകത്ത് ഞാൻ ജനിക്കുന്നതിന് മുൻപ് എന്റെ ഉപ്പാപ്പമാർ പിതാമഹന്മാരുടെ മുൻതുവത്തിലൂടെ ഞാനാകുന്ന പ്രകാശം, ഞാനാകുന്ന ബീജം അവരുടെ മുതുകിലൂടെ കടന്നു വരുന്ന ആ സാഹചര്യത്തിൽ തന്നെ ഞാൻ ലോകത്തിന്റെ ഖുതുബായിരുന്നു എന്ന് മഹാനായ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി. അപ്പൊ ഇത് അല്ലാഹു തആല പ്രത്യേകമായി ചില ആളുകളെ തെരഞ്ഞെടുക്കുന്നതാണ്. അതിനനുസൃതമായിട്ടുള്ള അമലുകൾ പിന്നീട് അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യും. 25 ആണ്ടോളം ചുറ്റി നടന്നോവർ മഹാനായ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങള് 25 കൊല്ലക്കാലം അല്ലാഹുവിന് വേണ്ടി നടന്നു. ഊണും ഉറക്കും ഒന്നുമേ കൂടാതെ 3 ആണ്ട് കാലം ചുറ്റി നടന്നോവർ. 3 കൊല്ലക്കാലം ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ ഊണും ഉറക്കുമൊന്നുമില്ലാതെ സഞ്ചരിച്ചു. എന്തിനങ്ങനെ സഞ്ചരിക്കണം? അല്ല, നമ്മക്ക് ഒരു മുഹ്യിദ്ദീൻ മൗലീദ് ഓതിട്ട് കോയിന്റെ ഇറച്ചി തിന്നെങ്കിൽ തീർന്ന്. ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങള് 3 കൊല്ലക്കാലം ഭക്ഷണമില്ലാതെ, വെള്ളമില്ലാതെ, ഉറങ്ങാതെ. അതെങ്ങനെയെന്ന് ചോദിക്കണ്ട, അത് അള്ളാന്റെ ഔലിയാക്കളുടെ ലോകം.
ആ ലോകത്ത് 3 കൊല്ലക്കാലം മഹാനായ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങള് അല്ലാഹുവിന് വേണ്ടിയുള്ള യാത്ര 25 കൊല്ലക്കാലം, അങ്ങനെ നീണ്ട യാത്ര. ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ പറയുന്ന ചരിത്രം, അവരുടെ ചരിത്രം പറയുന്ന കിതാബുകളിൽ കാണാം. ഞാൻ ലോകത്തിന്റെ പല ദിക്കുകളിലും ഞാൻ ആരാണെന്ന് നാട്ടുകാർക്ക് തിരിച്ചറിയാതെ, നാട്ടുകാരെ ഞാൻ കാണാതെ ഒരു പ്രത്യേക അവസ്ഥയിലൂടെ 25 കൊല്ലക്കാലം ഞാൻ അള്ളാഹുവിന് വേണ്ടി യാത്ര ചെയ്തിട്ടുണ്ടെന്ന് ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ പിന്നീട് അനുസ്മരിക്കുമ്പോ, എന്തിന് ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ ഈ പ്രയാസം സഹിച്ചു? അല്ലാഹുവിന്റെ മുഖറബുകളായ ഔലിയാക്കളുടെ ഉന്നതമായ പദവിയിലേക്ക് എത്തുവാൻ വേണ്ടി, ഉന്നതമായ സ്ഥാനത്തിലേക്ക് എത്തുവാൻ വേണ്ടി അല്ലാഹു തആല നിശ്ചയിച്ചത് പ്രകാരം ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ സഞ്ചരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരികളെ, ശൈഖ് മുഈനുദ്ദീൻ ചിസ്തി അജ്മീരി തങ്ങളെ സംബന്ധിച്ച് നാം അനുസ്മരിക്കുമ്പോ ഞാനും നിങ്ങളും ആലോചിക്കേണ്ടത്, അള്ളാഹുവിന്റെ ഔലിയാക്കളെ നമ്മൾ ഇങ്ങനെ സ്നേഹിച്ചാ മതിയോ? അവർക്ക് നമ്മളോട് ഇഷ്ടമുണ്ടാകണ്ടേ? നമുക്ക് അവരോട് ഇഷ്ടമുണ്ടായാൽ മാത്രം മതിയോ? അള്ളാന്റെ ഹബീബിനോട് നമുക്ക് ഇഷ്ടമുണ്ടായാൽ മാത്രം മതിയോ? അള്ളാന്റെ റസൂലിന് നമ്മോടും ഇഷ്ടമുണ്ടാകണ്ടേ? നമ്മൾ വെറുതെ അള്ളാന്റെ റസൂലിനെ സ്നേഹിച്ചിട്ട്, അള്ളാന്റെ ഔലിയാക്കളെ സ്നേഹിച്ചിട്ട് തിരിച്ച് ഒരു ലവലേശം പോലും അവർക്ക് നമ്മളോട് സ്നേഹമില്ലെങ്കിൽ, നമ്മളിലേക്ക് അവർ തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ നമ്മളുടെ സ്നേഹത്തിന് എന്ത് വിലയാണ്, എന്ത് സ്ഥാനമാണുള്ളത്? അള്ളാഹുവിന്റെ വലിയായ ശൈഖ് അജ്മീർ തങ്ങളെ നമ്മൾ സ്നേഹിക്കുമ്പോ തിരിച്ചും നമ്മളെ സ്നേഹിക്കണം. അവിടത്തേക്ക് നമ്മൾ സലാം ചെല്ലുമ്പോ തിരിച്ച് സലാം അടക്കണം. നമ്മൾ ഇവിടെ ഉരുവിട്ട മധുഹുകൾ മഹാനായ ശൈഖ് മുഈനുദ്ദീൻ ചിസ്തി തങ്ങൾക്ക് സംതൃപ്തി ഉണ്ടാക്കണം. അവിടെ നിന്ന് സ്വീകരിക്കണം. അവിടുന്ന് അവിടുത്തെ പൊരുത്തവും മതതും നമുക്ക് ലഭിക്കണം. ഇത് നമുക്ക് സാധ്യമാകുന്നില്ലെങ്കിൽ നമ്മളെ സലാത്ത് വെറുതെയല്ലേ, നമ്മളുടെ മൗലീദ് വെറുതെയല്ലേ, നമ്മൾ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് വെറുതെയല്ലേ എന്ന് നമ്മൾ വളരെ ഗൗരവത്തോടെ ആലോചിക്കണം. എനിക്ക് അള്ളാന്റെ റസൂലിനോട് വലിയ ഇഷ്ടം, അജ്മീർ ഖാജാ തങ്ങളോട് വലിയ ഇഷ്ടം, അള്ളാന്റെ ഔലിയാക്കളോട് വലിയ ഇഷ്ടം. ഇത് നമ്മൾ പറയുമ്പോ അവർക്ക് നമ്മളോട് തീരെ ഇഷ്ടമില്ല. ഞാനിപ്പോ പോയിട്ട് ഒരാളോട്, ഒരു തങ്ങളോട്, തങ്ങളെ എനിക്ക് നിങ്ങളെ വല്ലാത്ത ഇഷ്ടം സ്നേഹം എന്ന് പറയുമ്പോ തങ്ങ എന്നോട് തിരിച്ചു പറഞ്ഞ്, എനിക്ക് നിന്നോട് ഒരു സ്നേഹമില്ല, ഭയങ്കര വെറുപ്പ്. നമ്മന്ത് തീരുമാനിക്കോ? നമ്മ തീരുമാനിക്കോ അയാള് ശരിയില്ല ആള്. അപ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഔലിയാക്കളും നമ്മെ ഇങ്ങോട്ട് ഇഷ്ടപ്പെടണം. അത് ഇഷ്ടപ്പെടണമെങ്കിൽ ഉമ്മമാരെ, അവർക്ക് ഏറ്റവും ഇഷ്ടം അള്ളാന്റെ ദീൻ അനുസരിച്ച് ജീവിച്ചവരാണവർ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് ഒരു തെറ്റും എന്നിൽ നിന്ന് വന്നു പോകാൻ പാടില്ല. വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കണം. എന്റെ ചിന്തയിൽ തെറ്റുവരാൻ പാടില്ല, എന്റെ വാക്കിൽ തെറ്റുവരാൻ പാടില്ല, എന്റെ നോട്ടത്തിൽ തെറ്റുവരാൻ പാടില്ല, എന്റെ കേൾവിയിൽ തെറ്റുവരാൻ പാടില്ല, എന്റെ അട്ടനക്കങ്ങളിൽ തെറ്റുവരാൻ പാടില്ല എന്ന് ചിന്തിച്ച് ജീവിച്ച മഹത്തുക്കളാണ് അല്ലാഹുവിന്റെ ഔലിയാക്കള്. ആ അല്ലാഹുവിന്റെ ഔലിയാക്കള് ആ നിലയ്ക്ക് ജീവിച്ച മഹത്തുക്കളാണെങ്കിൽ അവർക്കെപ്പോഴാണ് നമ്മളോട് ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടാവുക? അവരേതൊരു മാർഗത്തിലായിരുന്നോ ജീവിച്ചിരുന്നത്, അവർ എന്തൊരു കാര്യത്തിനാണോ പ്രാധാന്യം കൽപ്പിച്ചിരുന്നത്, ആ കാര്യത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്നവരായിരിക്കണം നമ്മൾ. അവർ 5 വക്ത് നിസ്കാരത്തിന് വലിയ പ്രാധാന്യം കൽപ്പിച്ചവരായിരുന്നു, സുന്നത്ത് നിസ്കാരത്തിന് പ്രാധാന്യം കൽപ്പിച്ചവരായിരുന്നു, റമദാൻ മാസത്തിന് പ്രാധാന്യം കൽപ്പിച്ചവരായിരുന്നു. ശരീഅത്തിന്റെ ഓരോ നിയമങ്ങളും വളരെ സൂക്ഷ്മതയോടെ വീക്ഷിച്ചുകൊണ്ട്, സൂക്ഷ്മതയോടെ പാലിച്ചുകൊണ്ട് അവയിൽ വളരെ ജാഗ്രത പുലർത്തിയവരായിരുന്നു അള്ളാഹുവിന്റെ ഔലിയാക്കള്. ഇങ്ങോട്ട് ശ്രദ്ധിക്കേ, അള്ളാഹുവിന്റെ ഔലിയാക്കൾ ആ വിധത്തിൽ ജാഗ്രത പുലർത്തി ജീവിച്ചവരാണ്.
അങ്ങനെയുള്ള ജാഗ്രത നമ്മളുടെ ജീവിതത്തിലുണ്ടോ? നിസ്കാരത്തിന്റെ കാര്യത്തിലുണ്ടോ? മറ്റു ഇബാദത്തിന്റെ കാര്യത്തിലുണ്ടോ? പ്രിയപ്പെട്ട വിശ്വാസികളെ, ഹറാമായ കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുന്നതില്, അല്ലാഹ് പൊരുത്തപ്പെടാത്ത കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുന്നതില്, അല്ലാഹനെ അനുസരിച്ച് ജീവിക്കുന്നതിൽ നമുക്ക് ജാഗ്രതയുണ്ടോ? വലിയ മുസീബത്താണ് ഇന്നത്തെ ലോകത്ത് നാം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. വലിയ മുസീബത്ത്. വലിയ മുസീബത്ത് എന്ന് പറയുമ്പോ ഇവിടെ ഇന്ത്യയില് പൗരത്വം, ഇത് വലിയൊരു മുസീബത്ത്. ഇപ്പൊ കുറച്ചോ ഒരു മാസം അപ്പുറല്ലോ നമ്മളെ വോട്ടർ പട്ടികയിൽ പുതിയ പേര് വരാൻ എനിക്ക് തീർന്നിട്ടില്ല. അത് അതിന് വേണ്ടിട്ട് പരക്കം പാഞ്ഞിട്ട് ഇങ്ങനെ ലോകത്തെ മുസീബത്ത് എന്ന് പറയുമ്പോ ഏതെല്ലാം മുസീബത്തുകൾ. ഫലസ്തീനിലെ മുസ്ലിങ്ങൾ നേരിടുന്ന മുസീബത്ത്, സാമ്പത്തികമായി നേരിടുന്ന മുസീബത്ത്, എല്ലാം മുസീബത്ത്. ഖത്തറിലേക്ക് കുറെ ആള് ഇങ്ങനെ പോയിക്കൊണ്ടായി, അതിപ്പോ കഴിയുന്നില്ല. വല്ലാത്ത മുസീബത്തായി ഉസ്താദ് എന്ന് പറയും. പോകാൻ കഴിയുന്നില്ല, സാധനം കൊണ്ടുവരുന്ന ഏർപ്പാട്. അപ്പൊ എല്ലാം മുസീബത്ത്. ആ മുസീബത്ത് ദുനിയാവിലെ മുസീബത്താണ്. കടം കൊണ്ടുള്ള മുസീബത്ത്, രോഗം കൊണ്ടുള്ള മുസീബത്ത്, അപകടങ്ങൾ കൊണ്ടുള്ള മുസീബത്ത്. ഈ മുസീബത്ത് മുഴുവനും ഈ ഭൗതിക ലോകത്തുള്ള മുസീബത്താണെങ്കിൽ കുല്ലുൽ മുസീബാത്തി ഇൻ ജല്ലത് വ ഇൻ അളുമത് ഇല്ലൽ മുസീബാത്തു ഫീ ദീനിൽ ഫതാ ജലലൂ. പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, സഹോദരന്മാരെ, എല്ലാവരും ശ്രദ്ധിക്കണം. ദീനിലുള്ള മുസീബത്താണ് ഏറ്റവും വലിയ മുസീബത്ത്. ഇന്നത്തെ ദിവസം നമ്മളുടെ സുബഹി നിസ്കാരം ഖളായി പോയിട്ടുണ്ടോ? നമ്മളുടെ 1 കോടി രൂപ നഷ്ടപ്പെട്ടതിനേക്കാളും, പ്രിയപ്പെട്ട മകൻ മരിച്ചുപോയതിനേക്കാളും, ഭർത്താവ് മരണപ്പെട്ടു പോയതിനേക്കാളും, ഏതെല്ലാം ഭൗതിക ലോകത്ത് ഏറ്റവും വലിയ ദുരന്തം നമ്മൾക്ക് സംഭവിച്ചിട്ടുണ്ടോ? അതിനേക്കാൾ വലിയ ദുരന്തമാണ് ദീനിയായി നമുക്ക് നേരിടുന്ന മുസീബത്ത്. ഇന്നത്തെ ളുഹർ അസർ ഏതെങ്കിലും ഒരു നിസ്കാരം നമുക്ക് ഖളായി പോയോ? ആ ഖളാ പരിഹരിക്കാൻ പെടാൻ കഴിയുന്ന പ്രശ്നമല്ല, മുസീബത്തല്ല. അത് ഖളാ വീട്ടാം, അത് വേറെ. പക്ഷെ അതൊരു മുസീബത്താണ്. അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി ഒരു വിശ്വാസിയുടെ, സത്യവിശ്വാസിയുടെ ഭൗതികമായ ജീവിതത്തിൽ അവൻ നേരിടുന്ന സകല പ്രശ്നങ്ങളും എന്തൊരു അജബാണ്, എന്തൊരു അത്ഭുതമാണ്. മകൻ മരിച്ചു, ഭർത്താവ് മരിച്ചു, ഭാര്യ മരിച്ചു, കടം കൊണ്ട് പ്രയാസപ്പെട്ടു, രോഗം വന്നു, മാരകമായ രോഗം വന്നു, ക്യാൻസർ വന്നു, പല രോഗങ്ങളും വന്ന് പ്രയാസപ്പെട്ടാലും എന്ത് തന്നെ സംഭവിച്ചാലും ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, എന്തിനധികം കാലിലേക്ക് തറച്ചു പോകുന്ന ഒരു മുള്ളുണ്ടല്ലോ, ഒരു വിശ്വാസിയുടെ കാലിലേക്ക് ഒരു മുള്ള് തറച്ചാൽ അതും അവന് ഖൈറാ, അറ്റമില്ലാത്ത പ്രതിഫലമുണ്ട്, അവന്റെ ദോഷം പൊറുക്കുമെന്ന് ഖാല റസൂലുള്ളാഹി. വളരെ ഗൗരവത്തോടെ നമ്മൾ ആലോചിക്കണം. കാലിൽ മുള്ളു തറച്ചാൽ നമ്മളോട് ദോഷം പൊറുക്കും, ചെറുദോഷം പൊറുക്കും. മക്കൾ മരിച്ചു പോയാൽ അല്ലാഹു തആല പ്രതിഫലം നൽകും. ദുനിയാവിലുള്ള ഏത് മുസീബത്തിനും അല്ലാഹു തആല പ്രതിഫലം നൽകുമെങ്കിൽ നിസ്കാരം ഖളാവുക എന്നതൊരു മുസീബത്താണ്. ഒരു ഹറാമ് കണ്ടുപോവുക എന്നൊരു മുസീബത്താണ്. ഒരു ഹറാമ് സംസാരിക്കുക എന്നതൊരു മുസീബത്താണ്. ഒരു ഹറാമ് കേൾക്കുക എന്നത് ഒരു മുസീബത്താണ്. ഈ മുസീബത്തിന് പ്രതിഫലമില്ല. ആ മുസീബത്ത് നമ്മൾക്ക് സംഭവിച്ചു പോയി എന്ന് വെച്ച് അള്ളാഹു ദോഷം പൊറുക്കുകയല്ല ചെയ്യുന്നത്. അള്ളാഹു തആല നമുക്കതിന് കുറ്റം നൽകുകയാണ്, അദാബ് നൽകുകയാണ്, ശിക്ഷ നൽകുകയാണ്. ഒരു ഹറാമ് നമ്മളിൽ നിന്ന് സംഭവിച്ചു പോയാൽ എന്താണ് എൻ്റെ പ്രിയപ്പെട്ട മോമിനീങ്ങളെ, കഴിഞ്ഞ വർഷം നമ്മൾ ഇതേ സ്റ്റേജിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്, ഒരു ഹറാമായ കാര്യം ഞാൻ ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം? നമ്മൾ മനസ്സിലാക്കണം, ഗൗരവത്തോടെ ആലോചിക്കണം.
എന്റെ ശരീരത്തില് നരകത്തീ സ്പർശിക്കൽ നിർബന്ധമായി, സ്വർഗത്തിൽ കടക്കൽ ഹറാമായി, നരകത്തിൽ കടക്കാൻ ഞാൻ നിർബന്ധിതനായി എന്നതാണ് ഒരു ഹറാം നമ്മളിൽ നിന്ന് സംഭവിച്ചു പോയി എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത്. അല്ലാഹു തആല നമുക്ക് പുറത്തു തരട്ടെ. ഏതെങ്കിലും ഒരു കാര്യം അത് ഹറാമാണ് എന്ന് പറയുമ്പോ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ഉമ്മമാരെ, നമ്മളുടെ കല്യാണവുമായി ബന്ധപ്പെട്ടിട്ട് കൂടിക്കൂടി വരികയാണ്. കല്യാണൊക്കെ വീടുകളിൽ നിന്ന്, പള്ളികളിൽ നിന്ന് നിക്കാഹ് മാറ്റി, വീടുകളിൽ നിന്ന് മാറ്റി, സാധാ ഹാളുകളിൽ നിന്ന് മാറ്റി, ഇപ്പോ വിശാലമായ തുറന്ന സ്ഥലം, ആണും പെണ്ണിനും മറയില്ലാതെ, ഒരു ലജ്ജയുമില്ലാതെ ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമങ്ങളെ തെല്ലുപോലും മാനിക്കാൻ ഈ സമുദായം കൂട്ടാക്കാതെ, എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, മഹാനായ സയ്യിദുനാ മാലിക് ദിനാർ റളിയല്ലാഹു അൻഹു അന്ത്യവിശ്രമം കൊള്ളുന്ന അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ പായക്കപ്പലിൽ കയറി കാസർഗോഡിന്റെ മണ്ണിലേക്ക് വന്ന് ഇസ്ലാമിക പ്രബോധന ദൗത്യം ഏറ്റെടുത്ത് നമ്മയൊക്കെ വിശ്വാസികളാക്കാൻ, നമ്മളുടെ പിതാമഹന്മാരെ വിശ്വാസികളാക്കാൻ വേണ്ടി സ്വന്തം രാജ്യം വിട്ട് കടൽ കടന്നുകൊണ്ട് ഈ നാട്ടിലേക്ക് വന്ന് അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദുനാ മാലിക് ദിനാർ റളിയല്ലാഹു അൻഹുവിന്റെ പാദസ്പർശനമേറ്റ് പുളകിതമായ ഈ കാസർഗോഡിന്റെ വിശ്വാസികളെ, നമ്മളൊക്കെ ഈ വിധം മതപ്പതിച്ചു പോയാൽ, സ്വന്തം താല്പര്യത്തിന്റെ പേരില്, സുഖ സൗകര്യങ്ങളുടെ പേരില് വീട്ടിലെ കല്യാണം, മകളെ കല്യാണം, മക്കളെ കല്യാണം, എല്ലാരും വലിയ ഇസ്ലാം ദീനന്നെ. മറ്റവന്റെ കല്യാണത്തിലെ വീട്ടിലുള്ള കുറവുകളും ന്യൂനതകളും പറയാൻ, ശരീഅത്തിനെതിരായിട്ട് വല്ലതും നടന്നാ പറയാ ആയിരം നാൾ. സ്വന്തം വീട്ടിലേക്ക് എത്തുമ്പോ എന്താക്കുന്നു ഉസ്താദ്, ഇങ്ങനെ ആയില്ലെങ്കിൽ ശരിയാന്ന് അല്ലേ? ഈ ഒരു അവസ്ഥയിലേക്ക് ഇത് വളരെ ഗൗരവത്തോടെ നമ്മൾ ആലോചിക്കണം. ഈ പ്രസംഗങ്ങൾ കൊണ്ട്, ഇതുപോലെയുള്ള സദസ്സുകൾ കൊണ്ട് അള്ളാഹുവിന്റെ ഔലിയാക്കളെ നമ്മൾ ഓർക്കുമ്പോൾ, അവരെ നമ്മൾ സ്മരിക്കുമ്പോ, അവരുടെ ചരിത്രം നമ്മൾ പറയുമ്പോ, മൗലീദ് നമ്മൾ പാരായണം ചെയ്യുമ്പോ, ചീരണി നമ്മൾ തിന്നുമ്പോ, പ്രിയപ്പെട്ട വിശ്വാസികളെ, അവർ സുഖിച്ചു പോയവരല്ല. ദുന്യവിയായ സുഖത്തിന് വേണ്ടി ദീനിന്റെ നിയമങ്ങളെ വലിച്ചെറിഞ്ഞവരല്ല. ഇത് നമ്മൾ ആലോചിക്കണം. നമ്മളുടെ ഈ സുഖവും സൗകര്യവും ഏതുവരെ നമുക്ക് നീണ്ടു നിൽക്കും? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. കഴിഞ്ഞ അതിന്റെ മുമ്പത്തെ ഖുത്ബയില്, വെള്ളിയാഴ്ച നമ്മൾ ഓതുന്ന ഖുത്ബയിൽ മഹാനായ ഇബ്നു നബാത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹു നമ്മളോട് ചോദിക്കുന്ന വളരെ കനപ്പെട്ട ചോദ്യമുണ്ട്. ഓ മനുഷ്യ, നീ ഏതു സ്വർഗമാണ് ആഗ്രഹിക്കുന്നത്? സ്വർഗത്തിൽ പ്രവേശിക്കാൻ എനിക്ക് നിങ്ങൾക്കും ആഗ്രഹമില്ലേ? ഏത് സ്വർഗത്തിൽ കടക്കാനാണ് ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നത്? നമ്മളുടെ പിതാവില്ലേ, അബൂനാ ആദം അലൈഹിസ്സലാം. ആദം നബി അലൈഹിസ്സലാം സ്വർഗീയ ലോകത്ത് ചെയ്യാൻ പാടില്ലാത്ത അരുതായ്മയായ ആദം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല തിന്നരുത് എന്ന് പറഞ്ഞ തക്ലീഫിന്റെ ലോകമല്ലാത്തത് കൊണ്ട് കുറ്റം കിട്ടുന്ന തെറ്റല്ല എങ്കിലും, അമ്പിയാക്കൾക്ക് അങ്ങനെ തെറ്റ് സംഭവിക്കുകയില്ല എങ്കിലും, ഉന്നതരായ ആദം നബി അലൈഹിസ്സലാമിൽ നിന്ന് അതുണ്ടാകരുതായിരുന്നു. അவ்விதം ഒരു തെറ്റ് സംഭവിച്ചപ്പോ ആ ഒരൊറ്റ ചെറിയ കാര്യത്തിന് വേണ്ടിയാണ് ആദം നബി അലൈഹിസ്സലാമിനെ സ്വർഗത്തിൽ നിന്ന് മുസ്ലിം സ്ത്രീകൾക്ക് വെച്ചിട്ടുള്ള നിയമങ്ങൾ എന്ത്? ഇത്ര കാലങ്ങളായി, ഞാൻ വളരെ ചെറിയ പ്രായത്തില്, ഏകദേശം 4 വയസ്സ് ഉള്ള സമയത്തൊക്കെ എൻ്റെ ഉപ്പാന്റെ വയലിൽ ഞാൻ കേട്ടത് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. അന്ന് എനിക്ക് 4 വയസ്സ്. ആ കാലം മുതൽക്ക് ഞാൻ കേൾക്കുന്നത് ശരീഅത്തിന്റെ നിയമങ്ങൾ ഉസ്താദുമാർ വയല് പറയുന്നതാണ്, ആലിമീങ്ങൾ ഉറുദു പറയുന്നതാണ്. ഇത് നിരന്തരമായി ഇതുപോലെയുള്ള സദസ്സുകളില് ആലിമീങ്ങൾ വിളിച്ചു പറഞ്ഞിട്ട്, എന്തുകൊണ്ട് എന്റെ സമുദായമേ അത് സ്വീകരിക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നു? ഇസ്ലാമിന്റെ നിയമങ്ങൾ നമ്മൾ പാലിക്കുന്നില്ല. നിങ്ങൾ നോക്കൂ, കുറച്ച് 1-2 മാസം, 1 മാസം കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ ആരോ ഒരാൾ വന്നില്ലേ, ഒന്നായിട്ട് അടിയൊക്കെ കിട്ടിയത്. യൂട്യൂബ് ചാനലില് എന്തോ കാണിക്കുന്നൊരു ഒരാള്, അതിന് പോയതാരി ഞാൻ നേരത്തെ പറഞ്ഞ മാലിക് ദീനാറിന്റെ പിൻഗാമികളായ
സ്ത്രീകൾ, പുരുഷന്മാർ. വളരെ പ്രത്യേകതയുള്ള സ്ഥലമാണ് കാസർഗോഡ്. കാസർഗോഡ് വിശ്വാസികളെ ഇസ്ലാമിന്റെ മൂല്യങ്ങളെ, തത്വങ്ങളെ, ആശയങ്ങളെ, സംസ്കാരങ്ങളെ എക്കാലവും മുറുകെ പിടിച്ചുകൊണ്ട് അഭിമാനത്തോടെ ജീവിക്കുന്ന ആളുകളാണ് കാസർഗോഡുകാർ. മറ്റ് ജില്ലകളെക്കാൾ പറയാൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ജില്ലയാണ് മലപ്പുറം ജില്ല. മലപ്പുറം ജില്ല പോലെയല്ല കാസർഗോഡ്, മറ്റു ജില്ലകളെ പോലെയല്ല കാസർഗോഡ്. ഞാൻ ഓർക്കുന്നു, കാസർഗോഡ് ടൗണിൽ പഴയ ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോ വർഷങ്ങൾക്ക് മുമ്പ് കാസർഗോഡിന്റെ ഏറ്റവും വലിയ പ്രമാണിയായിരുന്ന, ഏറ്റവും വലിയ ഒരു നേതാവായി അറിയപ്പെട്ടിരുന്ന ബഹുമാനിയനായ കെ.എസ്. അബ്ദുള്ള സാഹിബ്, അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ബർസഖ് സന്തോഷത്തിലാക്കട്ടെ, നല്ലൊരു മനുഷ്യനായിരുന്നു. സുബഹിന്റെ എത്രയോ ഒരു മണിക്കൂറോളം മുമ്പ് മാലിക് ദിനാർ പള്ളിയിലേക്ക് വന്ന് തഹജ്ജുദ് നിസ്കരിച്ച് ആ പഴയ പള്ളിയുടെ മിഹ്റാബിന്റെ സമീപം ഇരുന്നു കൊണ്ട് അല്ലാഹുവിനെ ദിക്ർ ചൊല്ലി ജീവിച്ച ഒരു നല്ല മനുഷ്യനായിരുന്നു. പാപങ്ങൾ അല്ലാഹു തആല പുറത്തു കൊടുക്കട്ടെ കെ.എസ്. അബ്ദുള്ള സാഹിബ്. അതുപോലെയുള്ള കെ.എസ്. അബ്ദുള്ള സാഹിബിന്റെ അനുജൻ ഹബീബുള്ള, അതുപോലെയുള്ള ധാരാളം പ്രമാണിമാർ കാസർഗോഡ് ബസ് സ്റ്റാൻഡിലൂടെ കാറോട്ടി പോകുമ്പോ തലയിൽ തൊപ്പി വെച്ചുകൊണ്ട് കാറോട്ടി പോകുന്ന വിശ്വാസികൾ പഴയ കാലത്ത് നമ്മൾ കണ്ടിരുന്നു. കേവലം തൊപ്പി മാത്രമല്ല, ഇസ്ലാമിന്റെ സംസ്കാരങ്ങൾ അവർ ഉൾക്കൊണ്ടിരുന്നു. ആ രൂപത്തിൽ ജീവിച്ച വിശ്വാസികൾക്ക് ശേഷം പിന്നീട് വന്ന തലമുറകൾ നമ്മളുടെ അവസ്ഥ ഇങ്ങനെയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, അള്ളാഹുവിൻ്റെ ശരീഅത്തിന്റെ നിയമങ്ങളെ നമ്മൾ മുറുകെ പിടിക്കണം. അത് ഒരല്പം അതിൽ ജാഗ്രത നമുക്ക് വേണം. നമ്മുടെ കല്യാണത്തിലും മറ്റെല്ലാ കാര്യങ്ങളിലും. ഇത് നമ്മൾ പറയുന്നത് വ്യക്തിപരമായി സ്ത്രീകളും ആൾക്കാരൊക്കെ ഇത്തരം തെറ്റുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടെ റബ്ബും നോക്കട്ടെ. പക്ഷേ എന്നെ പോലെയുള്ള ഉസ്താദുമാർ, തങ്ങന്മാർ, ഇവരൊക്കെ ഇതിന്റെ ഭാഗമാവുകയാണ്. ഒരു നിക്കാഹിന്റെ സദസ്സിൽ പോയി നമ്മൾ ഇരുന്നാൽ ഇതിനെ എതിർത്ത നിക്കാഹിൽ പ്രശ്നം വെറുതെ ഉസ്താദ് പീത്തിനാക്കിയിട്ടാക്കി, കച്ചരാക്കി, അങ്ങനെ പറയാനാവും. അതുകൊണ്ട് ഇതുപോലെയുള്ള സദസ്സിൽ നമ്മൾ പറയുകയാണ്, എല്ലാവരും ജാഗ്രത വേണം, മരിക്കുമെന്ന ചിന്ത വേണം. സ്വർഗത്തിൽ കടക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, നരകത്തെ സ്പർശിക്കാതിരിക്കണമെങ്കിൽ, അള്ളാന്റെ മഗ്ഫിറത്ത് ലഭിക്കണമെങ്കിൽ ഒരു സത്യവിശ്വാസിയായി ഇസ്ലാമിന്റെ മൂല്യങ്ങൾ ശരിയായ വിധത്തിൽ അഷ്റഫുൽ ഖൽഖ് താഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ആ രൂപത്തിൽ പരസ്പരം സ്നേഹിച്ച് സൗഹാർദ്ദത്തോടെ നല്ല നിലയിൽ ജീവിക്കണം. അല്ലാഹു തആല അതിന് നമുക്ക് തൗഫീക്ക് നൽകട്ടെ.